രാഷ്ട്രീയ പാർട്ടികൾക്ക് വാരിക്കോരി സംഭാവന നൽകിയ ആദ്യ സ്ഥാനക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായനികുതി വകുപ്പ് എന്നിവരുടെ അന്വേഷണം നേരിടുന്നവർ. അക്കാര്യമാണ് 24 ഒബ്സർവറിലൂടെ ബി ദിലീപ് കുമാർ പറയുന്നത്. അല്ലേ? അതെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. എന്തായാലും നമ്മൾ ഈ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണ അല്ലെങ്കിൽ ഉദ്ദിഷ്ടകാര്യത്തിന് വേണ്ടി മുൻകൂർ ചില കാര്യങ്ങൾ ചെയ്യൽ എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പട്ടികയിൽ വരുത്താവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് തോന്നുന്നു. ഒരു തരത്തിലുള്ള ലോബിയിങ് പോലെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൗതുകകരമായ കാര്യങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത്? ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന നിലയിലാണ് നമുക്ക് ഇതിൻ്റെ ഈ നാൾ വഴികളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉദാരമായി സംഭാവന നൽകിയിട്ടുള്ള, ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ടവർ, ആദ്യ സ്ഥാനക്കാരൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും IT-യുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും അന്വേഷണം നേരിടുന്നവരാണ്. ഇവരിൽ തന്നെ പലരുടെയും സ്വത്തുവകകൾ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയവരുണ്ട്. ഇതിലേറ്റവും ആദ്യ സ്ഥാനം എന്ന് പറയുന്നത് 1300 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്ത, ഇലക്ട്രൽ ബോണ്ട് വാങ്ങി സംഭാവന ചെയ്തിട്ടുള്ള സാന്റിയാഗോ മാർട്ടിൻ്റെ, ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ഫ്യൂച്ചർ ഹോട്ടൽസ് ലിമിറ്റഡ് എന്ന ആ കമ്പനി. നേരത്തെ ഇത് മാർട്ടിൻ ലോട്ടറീസ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇത് പിന്നീട് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലേക്ക് മാറി. ഇവർ ഇത് 2019 മുതൽ 2024 വരെയുള്ള കാലയളവിലാണ് ഈ 1300 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. 2019 ജൂലൈയിൽ നേരത്തെ ED അന്വേഷണം തുടങ്ങിയിരുന്നു. അന്ന് 250 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. 2022 409 കോടി രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതിൻ്റെ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ 100 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കടപ്പത്രം വാങ്ങിക്കൊണ്ട് സംഭാവന നൽകുകയും ചെയ്തു. അങ്ങനെ ഇവർക്കെതിരെ നടക്കുന്ന ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് മാത്രമല്ല, നേരത്തെ സിക്കിം സർക്കാരിനെ വഞ്ചിച്ച് ലോട്ടറി നിയമം 98-ലെ ലോട്ടറി നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് അതിൽ ഗൂഢാലോചന നടത്തി എന്ന കേസിലും ഈ സാന്റിയാഗോ മാർട്ടിൻ പ്രതിയാണ്. CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. രണ്ടാമത് ഈ സംഭാവന നൽകിയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായ മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ്. ഇവർ 1000 കോടി രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. ഈ ആന്ധ്രാപ്രദേശിലെ, ഇപ്പോൾ തെലങ്കാനയിലുള്ള കാലേശ്വരം പദ്ധതി, പോളവാരം പദ്ധതി തുടങ്ങിയവയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അന്വേഷണം നേരിടുന്നവരാണ്. 2019 ഒക്ടോബറിൽ അവിടെ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇവരുടെ ഈ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ 2019 അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഇവർ 50 കോടി രൂപ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകി. ഇവർ മറ്റൊരു കേസും, അതായത് ഈ $1 ബില്യൺ നിക്ഷേപത്തിലൂടെ ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD-യുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ കാർ നിർമ്മാണ പ്ലാന്റ് തുടങ്ങാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ സർക്കാർ ഇതിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അഞ്ചാമത് ഈ പട്ടികയിൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയവരിൽ അഞ്ചാമത് നിൽക്കുന്ന കമ്പനി എന്ന് പറയുന്നത് അനിൽ അഗർവാളിൻ്റെ ഉടമസ്ഥതയിലുള്ള വേദാന്ത എന്ന് പറയുന്ന കമ്പനിയാണ്. അവർ 376 കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത്. ഇവരും നിരവധി കേസുകളിൽ അന്വേഷണം നേരിടുന്നവരാണ്. കൽക്കരിപ്പാടം കൈമാറ്റവുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്ന ജിൻഡാൽ ഗ്രൂപ്പ്, അതിൻ്റെ ഉടമയായിട്ടുള്ള നവീൻ ജിൻഡാലിനെ നേരത്തെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ഋത്വിക് പ്രൊജക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, അതും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അന്വേഷണം നേരിടുന്ന സ്ഥാപനമാണ്. ഡൽഹി അടുത്തിടെയുണ്ടായ മദ്യ നയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നേരിടുന്ന ഒരു കമ്പനിയാണ് അരബിന്ദോ ഫാർമ എന്ന് പറയുന്നത്. അവർ 49 കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഈ പട്ടികയിൽ പല കമ്പനികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകണം, ഏതായാലും ഈ അന്വേഷണം നടക്കുന്ന കാലയളവിൽ തന്നെ കോടിക്കണക്കിന് രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത് എന്നാണ് ആ പട്ടിക നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. സ്മിത ക്രിസ്റ്റീന. താങ്ക് യു ബി ദിലീപ് കുമാർ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വളരെ അടുക്കോടും ചിട്ടയോടും കൂടെ വളരെ കൃത്യതയോടും കൂടെ പറഞ്ഞു തന്നു. താങ്ക് യു.